Hi everyone, this is what I eat in a day as a pregnant girl. ഇപ്പോൾ ഞാൻ 13 വീക്സ് പ്രഗ്നൻ്റ് ആണ്. രാവിലെ ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് നട്ട്സൊക്കെ കഴിച്ചു. പിന്നെ ലൈറ്റായിട്ടൊരു ചായയും വീറ്റ് റസ്ക്കും കഴിച്ചു. പിന്നെ അതിനുശേഷം ആഫ്റ്റർ 3 hours ഓഫ് ക്ലാസ് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പാലക്കിച്ചടിയും തൈരുമാണ് കഴിച്ചത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ വൈൽ ഐ വാസ് പ്രിപ്പയറിങ് ലഞ്ച് കടലക്കറിയും ബ്രെഡും കഴിച്ചു. ഇന്നും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാൻ ചെയ്തു. ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കായിരുന്നു ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പം ഞാൻ കഴിക്കാനുള്ള ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിച്ചു അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. അതിനുശേഷം ഇവിടെ യൂഷ്വലി നമുക്കെപ്പോഴും നല്ല ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പം ആസ് എക്സ്പെക്റ്റഡ് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എൻക്വയറി ചെയ്തപ്പോഴും നമ്മുടെ ടേൺ വരാൻ ഇനി സമയമെടുക്കും. അപ്പം ഞങ്ങൾ കാറിൽ വന്ന് ഇഡ്ഡലി സാമ്പാർ കഴിച്ചു. വിഷ്ണു അവിടെ നിന്നൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു ഹോസ്പിറ്റലിൽ നിന്ന്. അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുവാണ്. പിന്നെ ഡോക്ടറിനെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മുട്ട പപ്സ് വാങ്ങിച്ചു. വിഷ്ണുവിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ഇത് വിഷ്ണു കുടിക്കാൻ വാങ്ങിച്ച കോഫിയാണ്. എന്നോട് കോഫിയും ടീ ഒന്നും കഴിക്കണ്ട, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിച്ചു. അയണിൻ്റെ അബ്സോർപ്ഷനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5:30 ആയെന്ന് തോന്നുന്നു. പിന്നെ ഓൺ ദ വേ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. പിന്നെ ഒരു 7:45 ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പം ഡിന്നറിന് കഴിക്കാനുള്ളതും സാമ്പാർ ആൻഡ് റാഗി ദോശ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി അത് കഴിച്ച് നേരെ കിടന്നുറങ്ങാൻ പറ്റി. താങ്ക് യു.